യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനും കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുമായിരുന്ന വിശുദ്ധ യോഹന്നാൻ പുതിയ നിയമത്തിലെ 4-ാമത്തെ സുവിശേഷം, 3 ലേഖനങ്ങൾ, ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപാട് എന്നീ 5 ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. ആദ്യ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യോഹന്നാനും സഹോദരൻ യാക്കോബും മുക്കുവനായിരുന്ന സെബദിയുടെ പുത്രന്മാരാണ്. അവരുടെ അമ്മയായ സലോമി യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ സഹോദരിയാണെന്ന് കരുതപ്പെടുന്നു. പിതാവായ സെബദിയോടൊപ്പം വല നന്നാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് യോഹന്നാനെ യേശു തന്നെ അനുഗമിക്കുവാനായി ക്ഷണിച്ചത്. തൽക്ഷണം പിതാവിനെയും വള്ളവും വലയുമൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം യേശുവിനെ അനുഗമിച്ചു. യോഹന്നാൻ എന്ന പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദാനമെന്നാണ്. സെബദി പുത്രന്മാരായ യാക്കോബിനെയും യോഹന്നാനെയും ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. സ്നേഹത്തിൻ്റെ അപ്പസ്തോലനായ യോഹന്നാൻ എഴുതിയ എല്ലാ ഗ്രന്ഥങ്ങളുടെയും പ്രതിപാദ്യ വിഷയം ദൈവസ്നേഹമാണ്. ഏറ്റവും വ്യക്തമായ പരാമർശം യോഹന്നാൻ 3:16 ഇപ്രകാരം കാണുന്നു: അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എഴുതിയ വചനങ്ങളുടെ ആഴമേറിയ അർത്ഥങ്ങൾ കൊണ്ടും മറ്റു സുവിശേഷകർ എത്താത്ത ഉയരത്തിലേക്ക് കടന്നതുകൊണ്ടും ഉയരത്തിൽ പറന്ന് സൂര്യനെ നേരിട്ട് നോക്കാൻ കഴിയുന്ന കഴുകനാണ് യോഹന്നാൻ്റെ പ്രതീകം. ആദിയിൽ വചനമുണ്ടായിരുന്നു എന്നാരംഭിക്കുന്ന സുവിശേഷം യേശു ആദിയിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരുടെ വിശ്വാസം യേശുവിനോടുള്ള സ്നേഹത്താൽ പ്രതിഫലിച്ചു. ഈ 3 പേരുമാണ് യേശുവിൻ്റെ രൂപാന്തരീകരണ വേളയിലും ജൈറോസിൻ്റെ മകളെ സുഖപ്പെടുത്തിയ സമയത്തും ഗത്സമീൻ തോട്ടത്തിലെ വേദനയുടെ സമയത്തും യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഉത്ഥാന ദിവസം കല്ലറയിലേക്ക് ആദ്യം ഓടിയെത്തിയെങ്കിലും പ്രഥമ ശിഷ്യനായ പത്രോസിന് കല്ലറയിൽ ആദ്യം കയറാനായി മാറി നിന്നതും യോഹന്നാനാണ്. യേശുവിനോടുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദം മറ്റാരേക്കാളും വ്യത്യസ്തമായിരുന്നു. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്നാണ് സ്വയം പരാമർശിച്ചിരുന്നത്. അന്ത്യത്താഴ് സമയത്ത് യേശുവിൻ്റെ വക്ഷസ്സിൽ ചാരിക്കിടന്നതും യോഹന്നാനാണ്. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ വിട്ടുമാറാതെ നിന്ന യോഹന്നാനെയാണ് തൻ്റെ അമ്മയെ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നത്. അതുപോലെ സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞ് യോഹന്നാനെയും അമ്മയെ ഏൽപ്പിക്കുന്നു. ആദ്യ നൂറ്റാണ്ടിൻ്റെ അവസാനം റോമായിൽ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് അദ്ദേഹത്തെ മതിലിൽ കെട്ടിയിട്ട് കത്തിക്കുകയും തിളച്ച എണ്ണയിലിടുകയും ചെയ്തെങ്കിലും മരിക്കാതിരുന്നതുകൊണ്ട് പാത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തി. പിന്നീട് എഫേസോസിൽ വരാൻ അനുവാദം കിട്ടിയ യോഹന്നാൻ അവിടെ വെച്ച് മരണമടഞ്ഞു. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രായമായി സ്വാഭാവിക മരണം ലഭിച്ചത് യോഹന്നാന് മാത്രമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 3 പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇവയാണ്: യേശുവിൻ്റെ ജ്ഞാനസ്നാന സമയത്ത് ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്നും അവൻ ദൈവപുത്രനാണ് എന്നും സാക്ഷ്യപ്പെടുത്തുന്നു. യേശു ചെയ്ത അത്ഭുതങ്ങളെല്ലാം യേശു ദൈവപുത്രനാണെന്നതിൻ്റെ അടയാളങ്ങളായി യോഹന്നാൻ രേഖപ്പെടുത്തുന്നു. 14 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിൽ നീണ്ടുകിടക്കുന്ന പ്രബോധനത്തിൽ യേശു തൻ്റെ ദൗത്യം വിവരിക്കുന്നു. ആ ദൗത്യം ശിഷ്യന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് അവസാനിക്കുന്നത്. ഞാനാകുന്നു എന്ന് പറയുന്ന 7 വചനങ്ങൾ ഈ സുവിശേഷത്തിലുണ്ട്. ജീവൻ്റെ അപ്പം ഞാനാകുന്നു. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഞാനാണ് വാതിൽ. ഞാൻ നല്ല ഇടയനാകുന്നു. ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. യേശു തന്നെ മുന്തിരിച്ചെടിയെന്നും നമ്മെ ശാഖകളെന്നും വിളിക്കുന്നു. യേശുവിനോട് ചേർന്ന് നിൽക്കാതെ, വചനത്തിൽ വേരൂന്നാതെ ആർക്കും ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് അതിനർത്ഥം. കാനായിലെ വിവാഹ വിരുന്ന്, നിക്കോദേമോസുമായുള്ള കണ്ടുമുട്ടൽ, സമരിയാക്കാരി,
ലാസറിനെ ഉയർപ്പിക്കൽ, ഇവയൊക്കെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രം നാം വായിക്കുന്നവയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 7 അടയാളങ്ങൾ ഇവയാണ്. കാനായിലെ വിവാഹ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കുന്നു. രാജസേവകൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നു. ബെത്സേദയിലെ രോഗശാന്തി. അപ്പം വർദ്ധിപ്പിക്കുന്നു. വെള്ളത്തിന് മീതെ നടക്കുന്നു. അന്ധനെ സുഖപ്പെടുത്തുന്നു. മരിച്ച ലാസറിനെ ഉയർപ്പിക്കുന്നു. ഈ അടയാളങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം യോഹന്നാൻ തന്നെ വ്യക്തമാക്കുന്നത് പ്രകാരമാണ്. യേശു ദൈവപുത്രനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവനുണ്ടാകുന്നതിനും വേണ്ടിയാണ്. 19-ാം അധ്യായം 34-ാം വാക്യത്തിൽ യോഹന്നാൻ കണ്ട് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട്. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. യേശുവിൻ്റെ വിലാവിൽ നിന്നൊഴുകിയ രക്തവും ജലവും പുതിയ ജീവിതത്തിൻ്റെ കൂദാശകളായ മാമോദീസയുടെയും ദിവ്യകാരുണ്യത്തിൻ്റെയും പ്രതീകങ്ങളാണ്. ഉറങ്ങുന്ന ആദത്തിൻ്റെ പാർശ്വത്തിൽ നിന്ന് ഹവ്വ രൂപീകരിക്കപ്പെട്ടതുപോലെ ക്രിസ്തുവിൻ്റെ പിളർന്ന ഹൃദയത്തിൽ നിന്ന് സഭ ജനിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന നല്ല ഇടയനാണ് താൻ എന്ന് യേശു പറയുന്നു. യേശുവെന്ന ഇടയനാകുന്ന വാതിലിലൂടെ മാത്രമേ അജഗണത്തിന് രക്ഷയുള്ളൂ. യേശുവാണ് രക്ഷകൻ, യേശു മാത്രമാണ് രക്ഷകൻ എന്ന സന്ദേശമാണ് നല്ലിടയൻ നമുക്ക് തരുന്നത്. അത് ജീവിക്കുവാനും അനുഭവിക്കുവാനും ലോകത്തോട് വിളിച്ചു പറയാനുമുള്ളതാണ്. നന്ദി. ശുഭദിനം.